എന്താ പ്രസിഡന്റ് ഈ നേരത്ത്? കിരീടം കാണാനില്ലേ? ന്യൂസ് ചാനലിലോ? ഇത്ര പെട്ടെന്ന് വാർത്തയായോ? നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന മഹത്തായ ഒരു ചരിത്രത്തെ ദൃശ്യവൽക്കരിക്കുന്ന ഓണം എന്ന മലയാളിയുടെ തനതായ സാംസ്കാരിക ആഘോഷം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഓണത്തിൻ്റെ ദൃശ്യബിംബമായ മാവേലിയുടെ ആടയാഭരണങ്ങളും വേഷവിധാനങ്ങളും പോലും മോഷണം പോകുന്ന നാണക്കേടിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത്. കണ്ണടച്ചാൽ കരൾ പോലും തുരന്നുകൊണ്ട് പോകുന്നവരെന്ന നമ്മുടെ പേരുദോഷം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. നാടും നഗരവും ഒരു രാത്രിക്കപ്പുറം തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഈ നാട്ടുകാർക്കൊപ്പം ഞാനും ചോദിക്കുന്നു, നമ്മുടെ നാട് ഇതെങ്ങോട്ട്? വളച്ചൊടിച്ച വാർത്തകളുടെ ഫിനാലെ നൈറ്റ് ചർച്ചയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു വിസ്മയുടെ മുൻ പ്രസിഡന്റും പ്രമുഖ സാംസ്കാരിക പ്രവർത്തകയുമായ കുമാരി ലലന കുമാരി, പ്രമുഖ രാഷ്ട്രീയ പുലികളി ഓണസദ്യ നിരീക്ഷകൻ ശ്രീ മധുശങ്കർ. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ മധുശങ്കർ, താങ്കൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ കാണുന്നു? വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. കോവിഡിന് ശേഷമുള്ള ഈ സത്യാനന്തര കാലത്ത് ദീർഘവീക്ഷണത്തോടെയും അവധാനതയോടെയും കൂടി വേണം നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കാൻ. ആ കുറച്ചൊരു കാര്യം മനസ്സിലാക്കണം. $27 അരിക്ക് ഇപ്പോൾ $50. $10 വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ $15. പച്ചക്കറിയുടെയും പപ്പടത്തിന്റെയും കാര്യം ആലോചിച്ച് നോക്കിയാൽ. അല്ല, ഒരു നിമിഷം, താങ്കൾ ഇത് എന്ത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മുടെ ട്രംപിന്റെ താരിഫും വിലക്കയറ്റും. അയ്യോ അല്ല, മാവേലിയുടെ വേഷവും ആഭരണവും മോഷണം പോയ വിഷയമല്ലേ നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്? സോറി, അത് അടുത്ത വിഷയമാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് പറയാം. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ദീർഘവീക്ഷണത്തോടെയും അവധാനതയോടെയും കൂടി വേണം. അല്ല, ഇതല്ല ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഏത് വിഷയം തുടങ്ങിയാലും ഇങ്ങനൊരു കോമൺ ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓണം എന്നാൽ ഓർമ്മകളുടെ ഒരു ഉത്സവമാണ്. അത് ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോക്കണം. ബലവാൻ, ധനികൻ, പ്രജാവത്സലനുമായിരുന്ന ഒരു രാജാവിൻ്റെ ഐശ്വര്യം നിറഞ്ഞ ഭരണകാലത്ത് അനുസ്മരണമാണ്. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ആ രാജാവിൻ്റെ ആഭരണങ്ങളും കിരീടവും. ശ്രീ മധുശങ്കർ, ഞാനൊന്ന് ചെറുതായിട്ട് ഇടപെടുകയാണ്. അല്ലെങ്കിൽ കന്നിമാസം കഴിഞ്ഞ് തുലാമാസമായാലും ഇത് പറഞ്ഞു തരില്ല. ശ്രീമതി ലലനാമണി, വിസ്മയുടെ ഓണം ഈ വർഷം നടക്കില്ല എന്നൊരു സാഹചര്യമുണ്ടോ? ഓണത്തിന്റെ ഐതിഹ്യമൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ജീവിക്കുന്നത് 2025-ലല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ഇത്രയും വലിയ കിരീടവും ആഭരണ സെറ്റും ഒക്കെ ധരിച്ച് ജീവിക്കുന്നത്? കാലത്തിനും കാലാവസ്ഥയ്ക്കും ചേരുന്ന വളരെ ലളിതമായ ആഭരണങ്ങളും വേഷവിധാനങ്ങളും അല്ലേ നല്ലത്? അല്ലെങ്കിൽ തന്നെ ലോകം വളരെ മിനിമലിസ്റ്റ് രീതിയിലാണ് ജീവിക്കുന്നത്. മഹാബലിക്കും അത് തന്നെയല്ലേ നല്ലത്? കണ്ടാലും പറയും. മധുശങ്കർ, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ശ്രീമതി ലലനാമണി പറഞ്ഞത് യുക്തിയില്ലാത്തൊരു വാദം. അതായത്, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 3 മാസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് താക്കും. ചുവന്ന കോട്ടും കറുത്ത ഷൂസും വെള്ളത്താടിയും ഒക്കെ ഫിറ്റ് ചെയ്ത് സാന്താക്ലോസ് അങ്ങേരോട് പോയി കാലത്തിന് ചേർന്ന പോയി സൂട്ടും കൂട്ടും ഒക്കെ മാറ്റി മുണ്ടും ചുബയൊക്കെ വെക്കാൻ പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്ത് ചില കീഴ്വഴക്കങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത്രയും വേഗം ഈ നഷ്ടപ്പെട്ടു പോയതൊക്കെ എത്രയും വേഗം നമുക്ക് തിരിച്ചു പിടിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ മോഷണം പോയത് നമ്മുടെ പോലീസിൻ്റെ കഴിവുകേടാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അമേരിക്കയിൽ മോഷണം പോയാൽ മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലേ? ലലനാമണി എങ്ങനെ പ്രതികരിക്കുന്നു? എന്തൊരു പിന്തിരിപ്പൻ ന്യായമാണിത്?
അല്ലെങ്കിൽ തന്നെ മഹാബലിക്ക് ഇത്രയും വലിയ ആഭരണങ്ങളും കിരീടവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ആരാണ് പറഞ്ഞത്? എന്താണ് തെളിവ്? അന്നത്തെ കാലത്ത് പട്ടും രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മിസ് ലല്ലമണി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ചിന്തിച്ചാൽ ഈ അന്ന് അരി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, കിച്ചടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നതൊക്കെ വിളമ്പുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു നിമിഷം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രഭാഷണം കട്ട് ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. കാണാതായ കിരീടവും ആഭരണങ്ങളും ഒളിച്ചിരിക്കുന്നത് എവിടെയെന്ന് നമ്മളുടെ പ്രാദേശിക ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മിടുമിടുക്കനായ ശ്രീ ആവേശ് മോൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം നമ്മളും ചേരുന്നു. ആവേശ് മോൻ, കേൾക്കാമോ? ഹലോ ആവേശ്, താങ്കൾക്ക് കേൾക്കാമോ? ആവേശം അല്പം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ മോഷണം പോയ കിരീടവും ആഭരണങ്ങളും എൻ്റെ പുറകിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ ഉണ്ടെന്നുള്ള വളരെ വ്യക്തമായ അന്വേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. കിരീടത്തിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ട്രാക്കറിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ കൊള്ള സംഘത്തെ കണ്ടെത്തിയത്. പോലീസോ വിസ്മയ കമ്മിറ്റിയോ അറിയാതെ നമ്മൾ നേരിട്ട് ഇവിടെ എത്തുകയായിരുന്നു. ആക്രോഷ്, ഇത്ര അപകടം നിറഞ്ഞ ഒരു മിഷന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് ഞങ്ങളുടെ ചുണക്കുട്ടനായ റിപ്പോർട്ടർ ആവേശ് മോനാണ്. അയാൾ അതായത് തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ശ്രീ മധുശങ്കർ, ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു? ക്രോണിക് ക്യാപിറ്റലിസവും ആഭരണം അവിടെ തന്നെ ഇരുന്നോട്ടെ. മാഡം, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനും വളരെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഇത്രയും ലെഗസിയുള്ള ആഭരണങ്ങളുടെ കട്ടും ഡിസൈനും ഒക്കെ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം. ആവേശ്, പറയൂ. ആക്രോഷ്, ഞാൻ ഈ വീട്ടിൻ്റെ പുറകുവശത്തിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ 1-2 UFOകൾ ഒരു പ്രത്യേക പാറ്റേണിൽ പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൽ നിന്നും ഏലിയൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആക്രോഷ്, ഈ വീട്ടിൻ്റെ തുറന്നിരിക്കുന്ന ഗാരാജ് വഴി ഉള്ളിലേക്ക് കയറുകയാണ് ആഘോഷ്. ഇവിടെ തികച്ചും സംശയാസ്പദമായ 2 കണ്ടെയ്നറുകൾ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഇത് തുറന്ന് ഇതിനെ ഒന്ന് പരിശോധിക്കാം. ആക്രോഷ്, ഞാൻ അകത്തേക്ക് കടക്കുകയാണ്. ആക്രോഷ്, കളവ് മുതലുമായി രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പൊതിഞ്ഞെടുക്കാൻ വേണ്ടി ഇവരേതോ പാക്കേഴ്സിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്രോഷ്, മുകളിൽ നിന്നും ആരോ നടക്കുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആക്രോഷ്, ഈ മുറിയിലാണ് കൊള്ളമുതൽ ഉള്ളത്. അതിൽ കൊള്ളക്കാരുണ്ടോ, അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു വാർത്ത വൈറലാകാൻ വേണ്ടി മറ്റാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ സഞ്ചരിക്കും. ഇന്നും മണിച്ചിത്രത്താഴ് കളിക്കാതെ അകത്തേക്ക് കയറണോ? ചേട്ടാ, ആരും കൊതിച്ചു പോകും. എൻ്റെ പ്രിയജനങ്ങളെ, ഞാൻ മഹാബലി. ഈ വർഷവും വിസ്കോൺസിനിൽ വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചത് എന്നെ അത്യധികം സന്തോഷവാനാണ്. ഇവിടെ വന്നപ്പോൾ ചില രസകരമായ സംഭവങ്ങൾ നടന്നു. എന്റെ കിരീടവും അടയാഭരണങ്ങളും കളവ് പോയി എന്നൊക്കെയുള്ള കാര്യം ഒരു വലിയ വാർത്തയായിരുന്നു. അവയില്ലാതെ മാവേലി എങ്ങനെ വരുമെന്നും ഓണം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള സംഭാഷണങ്ങളും കേൾക്കാനിടയായി. പ്രിയജനങ്ങളെ, ഇവയൊന്നുമില്ലെങ്കിലും ഈ ഓണ ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ വിളമ്പുന്ന സദ്യകൾ,
നിങ്ങൾ ഒരുക്കിയ പൂക്കളം കണ്ടാലും നിങ്ങളുടെ കലാപരിപാടികൾ ആസ്വദിക്കും. കാരണം നഷ്ടപ്പെടാവുന്ന അടയാഭരണങ്ങളും കിരീടവും ഒന്നുമല്ല ഓണത്തിന്റെ ആത്മാവ്. മലയാളികളായ നമ്മളുടെ പരസ്പര സ്നേഹവും ഒത്തൊരുമയുമാണ് ഓണത്തിന്റെ ആത്മാവ്. ഓണം വിടരുന്നത് നമ്മുടെ മനസ്സുകളിലാണ്. അസമത്വത്തിന്റെയും ഇല്ലായ്മകളുടെയും അനീതികളുടെയും ദുഃഖങ്ങളുടെയും നടുവിലിരുന്നു കൊണ്ട് മലയാളികൾ ഒരുമിച്ച് കണ്ട സ്വപ്നമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാഴുന്ന ഒരു മലയാള നാടിനെ നിങ്ങൾ സ്വപ്നം കണ്ടു. ഉള്ളടക്കി നിങ്ങൾ എന്നുമെന്നും കൊണ്ടു നടക്കുന്ന ആ സ്വപ്നമാധുരി തിരുവോണ നാളിൽ നിങ്ങൾ വലുതായി ആഘോഷിക്കും. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും ആശംസിക്കുന്നു.